Next, we are going to see section 14, rule against perpetuity. What is rule against perpetuity? Rule against perpetuity does not require that the vesting shall take place at the birth of the ultimate beneficiary. It requires that the vesting cannot be delayed in any case beyond the minority period. സോ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കുട്ടി ജനിച്ച ഉടനെ ബെനിഫിഷ്യറി ആയിട്ടുള്ള ഈ കുട്ടിക്ക് ട്രസ്റ്റ് പ്രോപ്പർട്ടി കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് 18 ഇയേഴ്സ് ഓഫ് ഏജ് ആകുന്നോടം വരെ, മേജർ ആകുന്നോടം വരെ ട്രസ്റ്റിക്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതിനുശേഷം അത് കൈവശം വെക്കാനായിട്ട് ട്രസ്റ്റിക്ക് ലോ അനുവദിക്കുന്നില്ല. So perpetuity period consists of the lifetime of one or more person living at the time of the transfer takes effect, the further period of minority of an unborn person, and in case of child inborn, the gestation period can also be added. So maximum period of holding of the property by the trustee എന്ന് പറയുന്നത് എന്താണ്? ആ പറയുന്ന ലൈഫ് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്ന ആ ഒരാൾ, ഇപ്പം പറഞ്ഞല്ലോ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് വരെ ഒരാളത് ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആളുടെ ലൈഫ് ടൈം, അയാൾ എത്ര വരെ ജീവിച്ചിരിക്കും എന്നുള്ളൊരു ലൈഫ് ടൈം പീരീഡ് പ്ലസ് 18 ഇയേഴ്സ്, കുട്ടിക്ക് 18 വയസ്സാവുന്നോടം വരെയും, പ്ലസ് ഇനിയിപ്പോൾ കുട്ടി ആ ഒരു അൺബോൺ ചൈൽഡ് അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്ന ഒരു ഗസ്റ്റേഷൻ പീരീഡും ആഡപ്പ് ചെയ്യാവുന്നതാണ്. സോ അതാണ് ഒരു മാക്സിമം ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ അതിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ പ്രോപ്പർട്ടി ബെനിഫിഷ്യറി ആയിട്ടുള്ള അൺബോൺ ചൈൽഡിന് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. കേസ് ലോ Rambaran versus Ram Mohit. So in this case, the Supreme Court held that the rule against perpetuity does not apply to personal agreement. For example, agreement which do not create an interest in the property. So ഈ ഒരു കേസിൽ കോർട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ റൂൾ അഗെയിൻസ്റ്റ് പെർപ്പച്യൂറ്റി പേഴ്സണൽ എഗ്രിമെൻറ്റ്സിൻ്റെ കേസിൽ മാത്രം ആപ്ലിക്കബിൾ ആവില്ല. ദാറ്റ് ഈസ് എക്സാമ്പിളായിട്ട് എഗ്രിമെൻറ്റ്സ് വിച്ച് ഡു നോട്ട് ക്രിയേറ്റ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിന്മേൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാത്തൊരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പെർപ്പച്യൂറ്റി പീരീഡ് ആപ്ലിക്കബിൾ ആവില്ല. ദെൻ ഈ പറയുന്ന സെക്ഷൻ 14, ദാറ്റ് ഈസ് റൂൾ അഗെയിൻസ്റ്റ് പെർപ്പച്യൂറ്റി ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആയിട്ടുള്ള 1882 സെക്ഷൻ 14 ഇന്ത്യൻ സക്സഷൻ ആയിട്ടുള്ള സെക്ഷൻ 114 ഏകദേശം സിമിലർ ആണ്. നിങ്ങളത് അറിഞ്ഞിരുന്നാൽ മതി. അതായത് നോ ബിക്വസ്റ്റ് ഈസ് വാലിഡ് വെയർ ബൈ ദ വെസ്റ്റിംഗ് ഓഫ് ദ തിങ് ബിക്വീത്ത്ഡ് മേ ബി ഡിലേഡ് ബിയോണ്ട് ദ ലൈഫ് ടൈം ഓഫ് വൺ ഓർ മോർ പേഴ്സൺ ലീവിംഗ് അറ്റ് ദ ടെസ്റ്റേറ്റർ ഡെത്ത് ആൻഡ് ദ മൈനോറിറ്റി ഓഫ് സം പേഴ്സൺ ഹു ഷാൽ ബി ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ എക്സ്പിറേഷൻ ഓഫ് ദറ്റ് പീരീഡ് ആൻഡ് ടു ഹും ഇഫ് ഹി അറ്റൈൻസ് ഫുൾ ഏജ് ദ തിങ് ബിക്വീത്ത്ഡ് ഈസ് ടു ബിലോങ്. അതായത് ഇന്ത്യൻ സക്സഷൻ ആക്ടിനകത്തും പറയുന്ന ടെസ്റ്റേറ്ററിൻ്റെ മരണശേഷം ആ ലൈഫ് ടൈം, ടെസ്റ്റേറ്ററിൻ്റെ ലൈഫ് ടൈം പീരീഡും അതുപോലെ തന്നെ ഈ പറയുന്ന ഒരാൾ ടെസ്റ്റേറ്റർ ആർക്കാണോ ബില്ല് എഴുതി വെച്ചിരിക്കുന്നത് ആ ആളുടെ മൈനോറിറ്റി പീരീഡ് കഴിയുന്നോടം വരെയും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം ഫുൾ ഏജ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കണം. അതായത് റൂൾ അഗെയിൻസ്റ്റ് പെർപ്പച്യൂറ്റി തന്നെയാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അത് ഓർത്ത് വെച്ചാൽ മതി.